ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ലില്ലി ഫ്ലവർ ഓർമ്മ വന്നത്. സോ നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ട് ലില്ലി ഫ്ലവർ ഉണ്ടാക്കുകയാണ്. പിന്നെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സാധനം കൂടെ ഉണ്ട്, ഇയർബഡ്സ്. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. സോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് കണ്ട് മാത്രം ചെയ്താൽ മതി. സോ ഞാനത് പറഞ്ഞ് ഓവറാക്കി ചളവാക്കുന്നില്ല. എന്നാലും ഇതിൽ ആദ്യം നിങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഒറിജിനലി ഉണ്ടാക്കി നോക്കിയാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്ത പൈപ്പ് ക്ലീനറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പൈപ്പ് ക്ലീനറാണ് നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. അതിൽ ഓരോ പെറ്റലിലും 2 പൈപ്പ് ക്ലീനർ വെച്ച് നമ്മൾ യൂസ് ചെയ്യണം, എന്നാലേ ഈ ഒരു അടിപൊളിയായിട്ട് വരുള്ളൂ. സോ ബാക്കി എന്താണ്, നിങ്ങളുണ്ടാക്കി നോക്കുക. എളുപ്പമാണ്, കാണുന്ന അത്രയ്ക്ക് കോംപ്ലക്സിറ്റി ഒന്നുമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പം നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു ട്രയൽ ചെയ്ത് നോക്കുക. ആ ട്രയലിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്, എങ്ങനെ ഇത് ചുറ്റിയാൽ ഇത് കറക്റ്റ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരും എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറിജിനലി ഉണ്ടാക്കിയാൽ മതി. ആൻഡ് അതാണ് ഈ കാണുന്നത്. ഇതുപോലെ നമുക്കൊരു 6 പെറ്റൽസാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ 6 പെറ്റൽസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നോക്കാം. ഇനി ഇത് ഗ്ലൂ വെച്ചാണ് നമ്മളിതിനെ ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത്. ബട്ട് അതിന് മുന്നേ നമുക്കൊന്ന് വെച്ച് നോക്കണമല്ലോ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഹോട്ട് ഗ്ലൂ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള ഗ്ലൂ എത്രത്തോളം യൂസ് ആക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഫെവിക്കോളൊക്കെ ഇരിക്കുമായിരിക്കും, ബട്ട് അത് ഉണങ്ങാൻ കുറച്ച് ടൈം വേണമല്ലോ. സോ ഹോട്ട് ഗ്ലൂ ആകുമ്പം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ലീവ്സാണ്. ലീവ്സിന് ഞാനിവിടെ 4 ഗ്രീൻ പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ലീഫിന് 2 വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഈ സെയിം പെറ്റൽ ഉണ്ടാക്കിയ അതേ കൂട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഫോൾഡ് നമ്മൾ എടുക്കുന്നില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ലീഫിന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലിയുടെ ലീഫെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി നീളമുള്ള ലീഫാണല്ലോ. സോ നമ്മൾ ഒന്നുകൂടി ഒരു ഫോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം പെറ്റലിൻ്റെ അത്ര മാത്രമായിപ്പോൾ. സോ ലില്ലിയുടെ ആ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 ഫോൾഡിൽ ലീഫിനെ ഒതുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം. സ്റ്റെമ്മിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബാംബൂ സ്റ്റിക്കാണ്. ബാംബൂ സ്റ്റിക്ക് നമുക്ക് റിബണിൽ ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ റിബണാണ്, ഗ്രീൻ കളറിലെ. എനിക്ക് ഗ്രീൻ ടേപ്പ് അവൈലബിൾ അല്ലായിരുന്നു. സോ എനിക്ക് തൊട്ടടുത്ത് തോന്നിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് കുഴപ്പമില്ല, ചേരുന്നുണ്ട്. പക്ഷേ ആ ഒരു ടേപ്പായിരുന്നു അടിപൊളി എന്നെനിക്ക് തോന്നി.
എന്നാലും ആ ഒരു കളർ മാച്ച് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാംബൂ സ്റ്റിക്കിൽ ഹോട്ട് ഗ്ലൂ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുത്തിട്ട് ചുറ്റുകയാണെങ്കിൽ, റിബണിൻ്റെ കേസാട്ടോ പറയുന്നത്, ആണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ ടേപ്പാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഹോട്ട് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല, ആ ഒരു ടേപ്പിൻ്റെ ഗ്ലൂവിൽ തന്നെ അത് നിന്നോളും. ഇനി നമുക്ക് ആ ഒരു പെറ്റൽസിനെ എല്ലാം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 3 എണ്ണമാണ് ഒട്ടിക്കേണ്ടത്. അതൊരു ട്രയാങ്കിൾ, ഈ കാണുന്ന ആ ഒരു ഷേപ്പിൽ വേണം ഒട്ടിക്കാൻ. എന്നിട്ട് ഈ ഓരോ 2 പെറ്റൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വേണം ബാക്കി 3 പെറ്റൽസ് ഒട്ടിക്കാൻ. അപ്പോഴായിരിക്കും ആ ഒരു ഒറിജിനൽ ലില്ലിയുടെ ഒരു ഫോമിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താഴോട്ട് ഹോട്ട് ഗ്ലൂ ഒട്ടിക്കരുത്. ഞാൻ അബദ്ധം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റിക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ താഴോട്ട് ഹോട്ട് ഗ്ലൂ ആക്കരുത്. നമ്മുടെ ആ ടൈ ചെയ്തിട്ടില്ലേ പെറ്റൽസ്, അവിടെ വരെ മാത്രം നമ്മൾ ആ ഒരു ഹോട്ട് ഗ്ലൂ എത്തിച്ചാൽ മതി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു മേക്കപ്പ് ബോക്സ് ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കുമല്ലോ. ഇത് നമ്മുടെ നൊസ്റ്റാൾജിക് സാധനമാണല്ലോ. സോ അതിനെ ഒന്ന് യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു ഇത് യൂസ് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ലില്ലിയുടെ ആ ഒരു അകത്തെ ഭാഗം ഉണ്ടല്ലോ, നല്ല കളറ് വേറെ ആയിട്ട് നിൽക്കുന്ന, അതിൻ്റെ ഒരു മെയിൻ പാർട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നമ്മുടെ കണ്ണൊക്കെ ഉടക്കുന്ന ഒരു സംഭവമാണല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബ്ലഷ് ആണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇയർബഡ്സ് യൂസ് ചെയ്താണ് എടുത്തത്. കാരണം ഇയർബഡ്സ് എൻ്റെ കയ്യിലുള്ളായിരുന്നു. പോളൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളൻ ഗ്രെയിൻസ് വാങ്ങിക്കാൻ കിട്ടും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഉണ്ട്. സോ അതുണ്ടെങ്കിൽ അത് മതി. ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. എന്നാലും എനിക്ക് കൈ കിട്ടിയത് വെച്ച് ഞാൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇയർബഡ്സ്. ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട്. ഞാൻ മഞ്ഞ കളർ അടിച്ചു നോക്കി, അത് ശരിയായില്ല. സോ ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് നമ്മുടെ ഈ ഒരു ഫെവിഗം ഉണ്ടല്ലോ യെല്ലോ കളറിൽ. അതടിക്കുമ്പം അത് എന്താ പറയുന്നത്, കോട്ടണിനെ നല്ലപോലെ ഒന്ന് സ്റ്റിക്കാക്കുകയും ചെയ്യും. അതുമല്ല ആ ഒരു യെല്ലോ ടിൻറ്റും കിട്ടും. സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ യൂസ് ചെയ്തൊരു ഐഡിയ ആണത്. ഇനിയുള്ളത് ഈ ഒരു നമ്മുടെ ലീഫ് ഒട്ടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. അതൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ റിബണോ നമ്മൾ സ്റ്റെം ചുറ്റിയ ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് മേളിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് സെക്യൂറാക്കി ഹോട്ട് ഗ്ലൂ തേച്ച് നമ്മളതൊന്ന് സെക്യൂറാക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും അനങ്ങല്ല എന്നുള്ള ആ ഒരു മൈൻഡിൽ വേണം ഇത് ഇത്രയും ചെയ്യാൻ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഹോട്ട് ഗ്ലൂ ഇട്ടിട്ട് ഇയർബഡ്സോ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ, അതൊന്ന് വെക്കുക, ഒട്ടിച്ചെടുക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കില്ല കേട്ടോ.